ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിലവിലെ റണ്ണറപ്പുകളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. അവസാന സീസണിലെ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് തോറ്റാണ് ഹൈദരാബാദ് കപ്പ് കൈവിട്ടത്. ഇത്തവണയും വലിയ താരനിരയോടെ ഇറങ്ങിയ ഹൈദരാബാദ് വമ്പൻ പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ കരുത്തുറ്റ താരനിര ഉണ്ടായിട്ടും പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ ഇപ്പോൾ ഹൈദരാബാദിന് സാധിക്കുന്നില്ല. 4-ൽ 3 മത്സരങ്ങളിലും ഹൈദരാബാദ് തോൽക്കുകയായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് 80 റൺസിന്റെ വമ്പൻ തോൽവിയായിരുന്നു ഹൈദരാബാദ് നേടിയത്. ഇതോടെ ടീം അവസാന സ്ഥാനത്തേക്കും എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണയും ഹൈദരാബാദിന്റെ തകർപ്പൻ പ്രകടനം ആരാധകർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഹൈദരാബാദ് തകർന്നടിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഹൈദരാബാദിന്റെ പ്രധാന പ്രശ്നം ഓപ്പണിംഗ് ബാറ്റർമാരെ അമിതമായി ആശ്രയിക്കുന്നു എന്നതാണ്. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ എന്നീ 2 ഓപ്പണർമാരാണ് ഹൈദരാബാദിന്റെ ശക്തി. എന്നാൽ 2 പേർക്കും ഇത്തവണ സ്ഥിരതയോടെ കളിക്കാനാകുന്നില്ല. ഇരുവരും നിരാശപ്പെടുത്തുന്നത് പിന്നാലെ എത്തുന്ന താരങ്ങളെയും സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇതോടെ കൂട്ടത്തകർച്ചയിലേക്ക് ഹൈദരാബാദ് പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഹൈദരാബാദിനൊപ്പം സെഞ്ചുറിയോടെ വരവറിയിച്ച ഇഷാൻ കിഷൻ പിന്നീട് കളിച്ച 3 മത്സരത്തിലും ഫ്ലോപ്പാണ്. ടോപ്പ് 3 ഫ്ലോപ്പാകുന്നത് നിതീഷ് കുമാർ റെഡ്ഡിയുടെ പ്രകടനവും മോശമാക്കുന്നുണ്ട്. ഇത് വെടിക്കെട്ട് താരം ഹെൻറിച്ച് ക്ലാസിനെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. നിലവിലെ ഹൈദരാബാദിന്റെ പ്രധാന പ്രശ്നം ടോപ്പ് ഓർഡറിന്റെ മോശം പ്രകടനം തന്നെയാണ്. ഇവരുടെ പ്രകടനം മെച്ചപ്പെടുത്താതെ ഹൈദരാബാദിന് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തുക എളുപ്പമാകില്ല.